ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിനെ കാണിക്കുകയാണ്. വിക്രമിനാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല, വല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് പറമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ആ സമയത്താണ് ഈ ബഗാസുരൻ വരുന്നത്. ബഗാസുരൻ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായി, ആരാ വന്നത്, അല്ല സരിയു ആണോ കാണാൻ വന്നത് എന്നൊക്കെ വിക്രം ആകാംക്ഷയോട് ചോദിക്കുകയാണ്. അതെ, അവൾ തന്നെയാണ് കാണാൻ വേണ്ടി വന്നത്. അതെ, മനോഹർ പരോളിൽ ഇറങ്ങിയില്ലേ, പക്ഷേ മനോഹർ അവളെ കാണാതെ അവളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിയെന്ന്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിയെന്നോ? ഇതെന്തൊക്കെയാ രാഹുലേട്ടേ പറയുന്നത്? കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടാനോ? ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? അവനവിടെ വന്നൊന്നും അവരറിഞ്ഞില്ലേ? അങ്ങനെയല്ലെന്നേ, ഈ നിന്റെ ചേച്ചി കാർത്തികയുടെ കല്യാണമാണല്ലോ. അപ്പോൾ ആ കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി അവളൊരു ടെക്സ്റ്റൈൽസിലേക്ക് പോയതാ. പക്ഷേ അതെ, ടെക്സ്റ്റൈൽസിലേക്ക് പോയപ്പോൾ ഇവളെ പിന്തുടർന്നെന്നൊക്കെയാണ് പറയുന്നത്. ആ സമയത്ത് മനോഹർ കുഞ്ഞിനെ എടുത്തെന്നും അവരുടെ ടെക്സ്റ്റൈൽസ് അവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ കാണാനില്ലെന്നും. ഇത്രയ്ക്കും കുഞ്ഞിനെ കാണാതെ വരാനായിട്ട് അവരെന്താ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണോ പോയത്? അല്ലടാ, അതൊന്നും അല്ല. കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടാണല്ലോ ഈ പെണ്ണുങ്ങളെല്ലാം തുണിയെടുക്കാൻ വേണ്ടി മുകളിലേക്കൊക്കെ കയറി പോകുന്നത്. അതേപോലെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷെ അവർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ കാണാനില്ല. അവിടെ ഒരുത്തൻ പറഞ്ഞു ഒരാൾ വന്ന് കുഞ്ഞിനെ എടുത്തുമായിരുന്നു എന്ന്. പക്ഷേ സരയുവിൻ്റെ അതിയായ സംശയം മനോഹർ തന്നെയാണെന്നാണ്. ഞാൻ പറയുകയും ചെയ്തു മനോഹർ പരോളിൽ ഇറങ്ങിയെന്ന്. അപ്പോൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, മനോഹർ തന്നെയാണല്ലോ അപ്പോൾ കുഞ്ഞിനെ എടുത്തത്. ഇത് വല്ലാത്തൊരു കാര്യം തന്നെ ആയിപ്പോയല്ലോ. മനോഹറിന് പരോള് കിട്ടുന്നതിൻ്റെ പകരം എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ നീ സരയിനൊപ്പം കൂടിയാനായിരുന്നല്ലേ. പിന്നെ സരയിനൊപ്പം കൂടാൻ വേണ്ടിയല്ല ഞാൻ പോകുന്നത്. എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞൊരുത്തി അവളുടെ കല്യാണമല്ലേ, അവളെ തീർക്കാൻ, അവളുടെ കുടുംബത്തെ തീർക്കാൻ. അങ്ങനെ നമ്മളെല്ലാം ജയിലിലാക്കിയിട്ട് അവരങ്ങനെ സന്തോഷിക്കേണ്ട രാഹുലേട്ടാ. എനിക്ക് തീർക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനാണല്ലോ ഗംഗാപ്രസാദ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അവൻ തീർത്തോളും. ഗംഗേട്ടനോടൊപ്പം കൂടിയിട്ട് വേണം എനിക്ക് അവരെല്ലാവരും തീർക്കാൻ. അല്ലാതെ സരയനോടൊപ്പം കൂടി മനോഹരെ തീർക്കാനല്ല ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത്. ഗംഗേട്ടനോടൊപ്പം കൂടി എൻ്റെ ചേച്ചിയെയും ബാക്കിയുള്ളവരെ എല്ലാവരെയും, ആ കല്യാണിയെയും കിരണിനെയും ഒക്കെ തീർക്കാൻ വേണ്ടിയാ എനിക്കിവിടെ നിന്ന് ഇറങ്ങേണ്ടത്. അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല. എന്നെ അത്ര മാത്രം ഇട്ട് അവർ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്കിട്ട് കുറെ പണിയും തന്നിട്ടുണ്ട് അവർ. അപ്പോൾ അതിനെല്ലാം തിരിച്ചടി കൊടുക്കണ്ടേ? അവരെ തീർത്തിട്ട് ഞാൻ ജയിലിൽ പോയാലും എനിക്ക് പ്രശ്നമില്ല രാഹുലേട്ടാ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുക. അപ്പോൾ വിക്രമിൻ്റെ ഈ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവനും അടുത്ത് തന്നെ ജയിലിൽ ചാടും എന്നുള്ളൊരു ഉറപ്പാണ് നമ്മുടെ രാഹുലിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിക്കൂടി വരുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയുവിനാണെങ്കിൽ അത് മനോഹർ തന്നെയാണെന്ന് ഉറപ്പിക്കണം. മനോഹറാണെന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ സരയുവിൻ്റെ അച്ഛനും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോഹറാണെന്നൊക്കെ കുറച്ച് ഉറപ്പുണ്ട്. പക്ഷേ അത് മനോഹർ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആ ടെക്സ്റ്റൈൽസിലേക്ക് തന്നെ നമ്മുടെ സരയു കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ തുണികൾ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊരു പരാതി പറഞ്ഞില്ലായിരുന്നോ? അതെ മാഡം, അതെ, കുഞ്ഞിനെ ഒരാളെടുത്തെന്നല്ലേ പറഞ്ഞത്? അതെ, ഒരാളെടുത്തായിരുന്നു. അതൊന്നും എനിക്ക് ഇവിടെ ക്യാമറ ഉണ്ടാവുമല്ലോ, അപ്പോൾ എനിക്ക് CCTVയിൽ ഒന്ന് കാണിച്ചു തരാമോ? അതാരാണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയാ. അതൊന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാമല്ലോ മാഡം, അതിനെന്താ? അത് എത്ര മണിക്കൂർ മുമ്പാണ് മാഡം? ഒരു 2 മണിക്കൂറായി കാണും ഇപ്പോൾ. ശരി മാഡം, ഞാൻ കാണിച്ചു തരാം, ഞാൻ നോക്കട്ടെ കേട്ടോ മാഡം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ആ കമ്പ്യൂട്ടറിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ മാഡം, ഇയാളാ മാഡം കുഞ്ഞിനെ എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സരയുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദാ മനോഹർ. ഇത് കണ്ട സരയു ആകെ ഞെട്ടി നിൽക്കുക. കാരണം മനോഹർ ആ കുഞ്ഞിനെ എടുത്തിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു, കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടും കൊഞ്ചിലാളിക്കുകയാണ്. ആ ഒരു മനോഹരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയു പേടിച്ച് വിറച്ചൊരവസ്ഥയിലായി പോവുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണല്ലോ ഈ വൃത്തികെട്ടവൻ നിൽക്കുന്നത് എന്ന് വരെ നമ്മുടെ സരയു അവിടെ ചിന്തിക്കുകയാണ്. അപ്പോൾ സരയുവിൻ്റെ ആ പേടിയും വെപ്രാളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ചോദിക്കുകയാണ്, മാഡം എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാഡത്തിന് അറിയാവുന്ന ആരെങ്കിലും ആണോ? എന്തു പറ്റി മാഡം എന്ന് ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല, ഏതായാലും നന്ദിയുണ്ട് കേട്ടോ, എനിക്കിതെല്ലാം കാണിച്ചു തന്നല്ലോ, ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സരയു അവിടെ നിന്ന് വെപ്രാളപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി നേരെ
വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്ന ഉടനെ തന്നെ ഷാരിയോട് ചോദിക്കുകയാണ്, എവിടെ എൻ്റെ മോൾ എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും മോൾ ഉറങ്ങുകയാണ് മോളെ എന്നിങ്ങനെ പറയുകയാണ്. മോൾ ഉറങ്ങുകയാണെങ്കിലും കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, മനസ്സിലായല്ലോ? ഇനിയും കുഞ്ഞിനെ കാണാതോ? അയ്യോ മോൾ നീ എന്തിനിങ്ങനെ പേടിക്കുന്നത്? പേടിയുണ്ട്. മനോഹര എൻ്റെ കുഞ്ഞിനെ എടുത്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഷാരിക്ക് വലിയൊരു പുത്രിയൊന്നും തോന്നിയില്ല. കാരണം സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എടുത്തത്. അതൊക്കെ കൊണ്ട് ഷാരിക്ക് അതൊന്നും ഒരു പുത്രിയായിട്ട് തോന്നിയില്ല. അതെ, നമ്മൾ മോളിലേക്ക് പോയ ആ സമയം കൊണ്ട് നമ്മളെ പിന്തുടർന്ന് വരികയായിരുന്നു മനോഹർ. അവൻ പരോളിൽ ഇറങ്ങിയെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ അച്ഛനെയും കാണാൻ പോയായിരുന്നു. അങ്ങനെ ടെക്സ്റ്റൈൽസിൽ ചെന്ന് ഞാൻ കുറേ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അപ്പോഴാണ് അവർ CCTV ക്യാമറ എനിക്ക് കാണിച്ചു തന്നത്. അപ്പോഴാ മനോഹറാണ് എൻ്റെ കുഞ്ഞിനെ എടുത്തെന്നൊക്കെ പറയുന്നത്. മോളെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടൊന്നും പോയില്ലല്ലോ, എടുത്തിട്ട് അവൻ അവിടെ തന്നെ വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൻ വെച്ചെന്നോ? എൻ്റെ കുഞ്ഞിനെ എടുത്ത് ചോക്ലേറ്റ് കൊടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അവൻ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടിയെന്ന് അറിയാവോ? എൻ്റെ കുഞ്ഞിനെ അവനാണ് അച്ഛനെന്ന് അറിയിക്കാൻ വേണ്ടിയാ അവൻ ഇങ്ങനെ എല്ലാം ചെയ്തു കൂട്ടുന്നത്. അങ്ങനൊരു വൃത്തികെട്ടവനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് എൻ്റെ മോൾ അറിയണ്ട. അച്ഛനില്ലാതെ വളർന്നാൽ മതി എൻ്റെ കുഞ്ഞ്. എല്ലാ സ്നേഹവും പരിഗണനയൊക്കെ എന്നിൽ നിന്ന് കിട്ടിയാൽ മതി, അയാളിൽ നിന്ന് കിട്ടണ്ട. പക്ഷേ മോളെ കുഞ്ഞ് കരഞ്ഞു പോലുമില്ലല്ലോ അവൻ എടുത്തിട്ട്. അതെങ്ങനെ സംഭവിച്ചു? കരയില്ല, കാരണം അവൻ മയക്കം മിടുക്കനാണല്ലോ. ചെറുപ്പക്കാരി പെൺപിള്ളേരെ മയക്കുന്നത് പോലെ അവൻ കുഞ്ഞിനെ മയക്കി കയ്യിലെടുത്തു. അതുകൊണ്ടാ എൻ്റെ കുഞ്ഞ് കരയാതിരുന്നത്. പക്ഷേ ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇനി മേലാൽ എൻ്റെ കുഞ്ഞിനെ എവിടെ ഇരുത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണല്ലോ, എൻ്റെ സ്വന്തം അമ്മയായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നിലത്ത് പോലും വെക്കില്ലായിരുന്നു. എന്ത് ചെയ്യാൻ, ആ സമയത്ത് എൻ്റെ അമ്മ ഇവിടെ ഇല്ലാതെ ആയി പോയല്ലോ. നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങളാണെങ്കിൽ കുഞ്ഞിനെ എടുത്തിട്ട് കുറച്ചിനെ കഴിയുമ്പോഴത്തേക്ക് അയ്യോ കൈ വേദനിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അവിടെ എടുത്ത് വെച്ചിട്ട് പോയി. എന്നിട്ട് കണ്ടവരൊക്കെ വന്ന് എൻ്റെ കുഞ്ഞിനെ എടുത്തു. മോളെ നീ ഇനിയും ആ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തും. നിങ്ങൾ അതേപോലുള്ള പ്രവൃത്തികളാണ് ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തും. നിങ്ങൾക്ക് കുഞ്ഞിനെടുത്താൽ എന്തായിരുന്നു പ്രശ്നം? കുഞ്ഞിനെടുത്തിട്ട് എൻ്റെ പിന്നാലെ വന്നാൽ എന്തായിരുന്നു പ്രശ്നം? ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. എന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ കഴിയില്ല, എന്നിട്ട് ഇപ്പോൾ ഡയലോഗ് അടിക്കുന്നു എന്നൊക്കെ പറയാണ്. നിർത്ത് മോളെ, നിർത്ത്. ഇനി ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെച്ചോളാം. ഇനി ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല. കുഞ്ഞിനെ നിലത്തുപോലും ഞാൻ വെക്കില്ല. പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. എന്താ അതുപോരെ? അത് മതി. ഇനി എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ മോളെ മനോഹർ അവിടെയല്ലേ വന്നത്, അവൻ എവിടെയും വരും. ചിലപ്പോൾ ഈ വീടിനുള്ളിലും വരും. എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് പോകും. അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും പിടികിട്ടില്ല. മനോഹറെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്. അവനെ കണ്ട് അവനെ കൊന്ന് കൊല വിളിക്കണം മോളെ. നീ വേണ്ടാത്ത പരിപാടികളൊന്നും ചെയ്യരുത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച് നീ ജയിലിൽ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. പിന്നെ കുഞ്ഞിനും എനിക്കൊക്കെ ആരാ ഉള്ളത്? കുഞ്ഞിനെ നോക്കാൻ കിരണും കല്യാണിയൊക്കെ ഉണ്ട്. പിന്നെ ആൻറ്റിയും അങ്കിളൊക്കെ, അവരൊക്കെ പൊന്നുപോലെ നോക്കിക്കോളും. എന്നെക്കാളും നന്നായിട്ട് തന്നെ അവരെൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളും. പക്ഷേ മനോഹർ ഇനി ഭൂമിയിൽ ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവൻ പരോളിൽ ഇറങ്ങിയല്ലോ, തിരിച്ച് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവൻ എനിക്ക് തീർത്തേ മതിയാവുള്ളൂ എന്നൊക്കെ നമ്മുടെ സരയു പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഷാരിയാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. ദൈവമേ, എന്ത് ചെയ്യണ്ടെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. കല്യാണി ഇനിയും മനോഹറിൻ്റെ പിന്നാലെ നടക്കരുത്. സരയുവിൻ്റെ സ്വഭാവം മാറി എന്നൊക്കെ പറയുന്നുണ്ട്. സരയുവിൻ്റെ ശാരിയുടെയൊക്കെ സ്വഭാവമാണ്. അതെപ്പോൾ വീണ്ടും തിരിച്ചു വരുമെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് മാറി എന്നൊക്കെ പറയുന്നുമുണ്ട്. പക്ഷേ എങ്ങനെ വിശ്വസിക്കും? ഇല്ല ലക്ഷ്മി അമ്മേ, സരിയൊക്കെ ശരിക്കും മാറിയിട്ടുണ്ടെന്നേ. അവൾ ഇനി പഴയ ഇതിലേക്ക് പോവില്ല. അത് പറയാൻ പറ്റില്ല. ഇപ്പം മനോഹറിനെ നിങ്ങൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനോഹറിനെ കുഞ്ഞിനെ കാണാനായിട്ട് അനുവദിക്കുന്നു, കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു, അങ്ങനെയൊക്കെ പരിപാടികളെല്ലാം ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളിപ്പോൾ മനോഹറിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെറുക്കില്ലേ? അവളുടെ പഴയ സ്വഭാവം പുറത്തേക്ക് വരും. മനോഹറിനെ സ്നേഹിക്കുന്ന ആരെയും അവൾക്കും സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പഴയ സരയുവിനെ തിരിച്ചു കൊണ്ടുവരാൻ നിൽക്കരുത് കല്യാണി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാണ്, മനോഹരം മാറിയെന്നേ.
മനോഹർ ശരിക്കും തീർത്തും പാവമാണ്. അവനിപ്പോൾ അവൻ്റെ കുഞ്ഞിനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അവനന്ന് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, കിടന്നു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ കാണുമെന്ന് വലിയ ആഗ്രഹം തോന്നി അവന്. അപ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാനൊരു പരിശ്രമം നടത്തി, കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ ഭാഗ്യത്തിനാണ് സാറേ ഇവൻ്റെ കണ്ണിൽ പെടാതിരുന്നത്. ഇപ്പം ലക്ഷ്മി അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് മനോഹറിനെ കാണിച്ചെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവൾ എന്നെയും കിരണേട്ടനെയൊക്കെ വെറുക്കും. അവളുടെ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. മനോഹറിനെ കൊല്ലാൻ വേണ്ടി തന്നെ നടക്കുകയാണല്ലോ സാറേയും. അതുതന്നെയാണ് കല്യാണി മോളെ ഞാൻ പറയുന്നത്. ഇനി ആ കാര്യത്തിലൊന്നും പോകണ്ട. അവരവരുടെ ജീവിതം നോക്കി നടക്കട്ടെ. അല്ലാതെ തന്നെ നമുക്കിപ്പോൾ കുറേ തലവേദനകളുണ്ട്. ഗംഗാപ്രസാദ് നമ്മളെ ചുറ്റി നടക്കുകയാണ്. അവൻ്റെ ആക്രമണം എപ്പോൾ വരുമെന്ന് പോലും നമുക്കറിയില്ല. ആ സമയത്ത് ഈ മനോഹറിൻ്റെ പിന്നാലെ നടന്ന് അവനെ കുഞ്ഞിനെ എടുത്ത് കാണിക്കണ്ട. ഹേയ്, അതൊന്നും പറ്റില്ല. കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞാൽ മനോഹറിനെ കാണിക്കണം. കാരണം കുഞ്ഞിൻ്റെ അച്ഛനാണ് അവൻ. അവൻ്റെ സ്വഭാവം മാറിയെങ്കിൽ സരയുവിൻ്റെ സ്വഭാവം മാറണ്ടേ? ഒരിക്കലും സരയു കാരണം മനോഹർ ഒരു അപകടം സംഭവിക്കാൻ പാടില്ല. ആര് പറഞ്ഞു? ഇനി കണ്ടോ, സരയു മനോഹറിനെ തീർക്കാൻ വേണ്ടിയായിരിക്കും നീ നടക്കാനായിട്ട് പോകുന്നത്. അവനെ കണ്ടു കഴിഞ്ഞാൽ തീർക്കുകയും ചെയ്യും. പിന്നെ സരയുവിനൊരു പേടിയില്ല. സരയുവിനറിയാം അവൾ ജയിലിൽ പോയാലും അവളുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഇവിടെ കുറേ ആൾക്കാരുണ്ടെന്ന്. അവളെക്കാളും പൊന്നുപോലെ ആ കുഞ്ഞിനെ മറ്റുള്ളവർ നോക്കുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും അവൾക്ക് യാതൊരു പേടിയില്ല. കല്യാണി, നീ സൂക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് കല്യാണിയെ പറഞ്ഞുമ്പോഴും നമ്മുടെ കല്യാണിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. എന്ത് ചെയ്യും? ഒരു കുഞ്ഞിനെ കാണാൻ ഒരു അച്ഛനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ മുന്നിലെത്തിച്ചല്ലേ മതിയാവുള്ളൂ എന്നാണ് കല്യാണി ചിന്തിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരൺ. അപ്പോൾ കിരൺ പോലീസുകാരോട് സംസാരിക്കുകയാണ്. എന്തായി സാറേ, അവനെക്കുറിച്ച് വല്ല വിവരം ഉണ്ടോ? എവിടെ ഉണ്ടെന്ന് വല്ലതും കണ്ടെത്തിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും യാതൊരു വിവരവും ഇല്ല. പക്ഷെ അവൻ നാട് കടന്നിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. പക്ഷേ അവൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ പോലീസ് അവനെ തിരഞ്ഞെടുക്കുകയാണെന്ന് അവനറിയാലോ. അതുകൊണ്ട് തന്നെ അവൻ ഒളിവിലാണ്. സാർ എന്തൊക്കെയാണ് സാറേ പറയുന്നത്? അവന് പേടിയോ? അവനൊരു പേടിയില്ല സാറേ. അവന് എത്ര കൊലപാതകം ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഞങ്ങളുടെ മുന്നിൽ എത്തും. അവൻ്റെ ഒരൊറ്റൊരു ലക്ഷ്യമാണ് കാർത്തികയുടെ കല്യാണം മുടക്കുക, അവരെ ഇല്ലാതാക്കുക. ഇത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി ഏത് സമയത്തും ഏത് പാതിരാത്രിയും അവൻ കയറിപ്പറ്റി വരും സാറേ. കിരണേ, താനിങ്ങനെ ടെൻഷൻ ആവല്ലേടോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. കല്യാണ പന്തലിലേക്കൊന്നും ആരും വരാൻ പോകുന്നില്ല. കല്യാണ പന്തലിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ എസ്കോട്ടുകളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗംഗാപ്രസാദും അങ്ങോട്ട് കയറി വരില്ലെന്നേ. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും താൻ പേടിക്കേണ്ട സാറേ. പേടിക്കേണ്ടെന്ന് പറഞ്ഞാലും ഗംഗാപ്രസാദ് കാട്ടിക്കയറി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം അറിയാലോ. അവനെ ഞാൻ തീർത്തതാണ്. പക്ഷെ തീർത്തെന്ന് വിചാരിച്ച് ഞാൻ പോയതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അവൻ്റെ മരണം ഉറപ്പിച്ചിട്ട് എനിക്ക് പോന്നാൽ മതിയായിരുന്നു. അതിനെനിക്ക് പറ്റില്ല. അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയാൽ പോലും എനിക്ക് പ്രശ്നമില്ല സാറേ എന്നൊക്കെ ഇങ്ങനെ പറയണം. കിരണേ, ടെൻഷനാവല്ലേ. ഏതായാലും കല്യാണം നന്നായിട്ട് തന്നെ നടക്കും. കല്യാണ പന്തലിലേക്കൊന്നും അവൻ വരാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ പോവുക. പോലീസുകാർ പോയി കഴിഞ്ഞപ്പോഴേക്കും കിരൺ വൈജുവിനോട് പറയാണ്, വൈജു കണ്ടില്ലേ, പോലീസുകാർ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളെല്ലാം പറയുന്നത്. അതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അവൻ്റെ പിന്നാലെ നമ്മളുടെ ഒരു കണ്ണ് വേണം, നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ബൈജുനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ മനോഹറിനെയാണ്. അപ്പം മനോഹർ ഇങ്ങനെ ഒരു നാരങ്ങളൊക്കെ കുടിച്ച് ഇങ്ങനെ തൻ്റെ മകളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ രതീഷും വേലും കൂടി പോകുന്നത്. അപ്പോൾ രതീഷ് മനോഹറിനെ കാണുക. അയ്യോ, അത് മനോഹറല്ലേ നമ്മുടെ. എന്താ സാറേ, ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലുകയാണ്. എടാ മനോഹറെ, രതീഷോ, എടാ നീ ഇവിടെ, എനിക്ക് പരോള് കിട്ടി, ഞാൻ പരോളിൽ ഇറങ്ങിയതാണ്. ഞാൻ അറിഞ്ഞു ചില കാര്യങ്ങളൊക്കെ. നീ സരയുവിൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയെന്നും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അറിഞ്ഞു. എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ പരോളിന് ഇറങ്ങിയത് എൻ്റെ രതീഷേ. പിന്നെ എൻ്റെ കൊച്ചിനെ കാണാതിരിക്കാനായിട്ട് എനിക്ക് പറ്റുമോ? ഞാൻ കാണും, എൻ്റെ കൊച്ചിനെ എടുക്കും. പിന്നെ സരയുവിൻ്റെ വീട്ടിലാദ്യം പോയത്. പക്ഷേ അവളെന്നെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമല്ലോ. പിന്നെ കൊച്ചിനെ എൻ്റെ കയ്യിൽ തരേയില്ല. അതുകൊണ്ട് അവളുടെ പിന്നാലെ അവൾ അറിയാതെ ഞാൻ ഫോളോ ചെയ്ത് പോയത്. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ എടുക്കാനായിട്ട് എനിക്ക് പറ്റി. നീ എന്ത് മണ്ടത്തരമാണ് മനോഹറായി കാണിക്കുന്നത്? നിന്നെ സരയു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തീർക്കാൻ വേണ്ടി നടക്കുകയാണ്. നിന്നെ കൊല വിളിക്കും അവള്. അത്രയും വാശിയും വൈരാഗ്യമൊക്കെ അവളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് സരയുവിൻ്റെ മുന്നിലൊന്നും ചെന്ന് പെടരുത്. കുഞ്ഞിനെ കണ്ടില്ലേ, അതും മതി.
ഇനി നീ ദേ ബാക്കിയുള്ളത് നന്നായിട്ട് ജീവിച്ചിട്ട് ദേ ഇനി അടുത്ത ജയിലിലേക്ക് പോകണ്ടേ, നല്ല രീതിയിൽ തന്നെ പോ. ഏയ് പറ്റില്ല, എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഇനിയും എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടേ മതിയാവുള്ളൂ. നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്തുനിന്ന് എത്തിക്കാവോ? ആഹാ ശരി, അത് ശരി. ഇനി ആ കാര്യങ്ങൾ സരീവ് അറിഞ്ഞിട്ട് വേണം. എടാ നിനക്ക് സരീവിനെ കുറിച്ച് അറിയാലോ, നിന്നോട് അത്രയും വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അറിയാം. ആ ഗംഗാപ്രസാദും ഇതിൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണ്. ആ കല്യാണവും കാർത്തികയുടെ കല്യാണമൊക്കെ മുടക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ, ഇതാണ് വേലു. ആ ഗംഗാപ്രസാദ് കാട്ടിൽ കയറി ഇവൻ്റെ മൂപ്പനെയും കുത്തിക്കൊന്ന് ഇവൻ്റെ പെണ്ണിനെയും വളച്ച് വശത്താക്കി വഞ്ചിച്ചിട്ട് പോയവനാണ്. ഇതൊക്കെ കിട്ടിയപ്പോഴേ ഞാൻ പത്രത്തിൽ കുറേ കാര്യങ്ങളെല്ലാം കണ്ടായിരുന്നു. പിന്നെ കാർത്തികയുടെ അനിയനില്ലേ വിക്രം പരവളിൽ ഇറങ്ങണം, ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് എല്ലാവരെയും തീർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്നത്. മനസ്സിലായ കാര്യങ്ങളൊക്കെ, പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന രീതിയിൽ പറയണം. എനിക്ക് ഇത്രേ പറയാനുള്ള മനോഹറെ, നീ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ സരീവിൻ്റെ കൈ കൊണ്ട് തന്നെ നീ തീരും. അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിരണിനെയും ബൈജുവിനെയും കാണിക്കുകയാണ്. അപ്പോൾ ഈ ബൈജുവും അതേപോലെ തന്നെ രതീഷിനെയും കാണിക്കുക. അപ്പോൾ രതീഷ് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേക്കും എനിക്ക് അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇങ്ങനെ മസിലും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെന്ന് നമ്മുടെ ബൈജുവും പറയാണ്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. മകൾക്ക് വേണ്ടി ചാകാൻ വേണ്ടി നടക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രകാശൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ പെൺമക്കളെ വെറുത്തുകൊണ്ട് നടന്നു വെച്ച മനുഷ്യനാ ഇപ്പോൾ പെൺമക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന രീതിയിൽ തന്നെ അങ്ങനെ പറയുക. ഏതായാലും നന്നായി, മനോഹർ മാറിയതുപോലെ തന്നെ എല്ലാവരും മാറണുണ്ടല്ലോ. എല്ലാവരുടെ സ്വഭാവം നന്നായിട്ടെ. ഇനി ആ ഗംഗാപ്രസാദ് അവൻ്റെ സ്വഭാവം മാത്രം മാറുന്നില്ലെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ആകെ സങ്കടം. എന്നങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.